മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നാടൻ പലഹാരമായിട്ടുള്ള അരിയുണ്ടയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. കുട്ടികൾക്ക് നല്ല മുതിർന്നവരും നമുക്കിത് ചായക്കായിക്കോട്ടെ എന്തിനായാലും നമുക്കിത് കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മട്ട അരിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ വെള്ള അരി ഉണ്ടയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പൊന്നി അരിയാണ് എടുത്തത്. അതാണ് എൻ്റെ കയ്യിലുള്ളൂ. അതുകൊണ്ടാണ് മട്ട അരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം. പിന്നെ ഞാൻ വലിയ 2 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല മധുരം വേണമെങ്കിൽ ഇനിയും കൂടുതൽ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. ഇതൊരു 10-20 അണ്ടിപ്പരിപ്പുണ്ട്. പിന്നെ കുറച്ച് നിലക്കടല വറുത്തെടുത്തതാണത്. പച്ചയാണെങ്കിൽ വറുത്തെടുക്കണം. പിന്നെ 1 കപ്പ് നാളികേരം കുറച്ച് നന്നായിട്ട് തന്നെ നമ്മളിതിലേക്ക് ചേർക്കണം. എന്നാലാണ് നമുക്ക് ഈ അരി ഉണ്ട ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ പൊന്നി അരിയാണ് എടുക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറിലാണ് കിട്ടുക. നമുക്ക് നല്ല റെഡ് കളറിലാണ് ശരിക്കും ഇത് വേണ്ടത്. ഇനി ഞാൻ നന്നായിട്ട് ആ അരി ഒന്ന് കഴുകി ഊറ്റിയിട്ടാണ് വറുത്തെടുക്കുന്നത്. നന്നായിട്ട് കഴുകണം അരി. കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ചീനച്ചട്ടിയിലേക്ക് ഇട്ടാലും ചൂടിനനുസരിച്ചിട്ട് ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. നല്ലൊരു ചുവപ്പ് കളറിൽ നമുക്കിത് വറുത്തെടുക്കണം. ഇതുപോലെ ഇളക്കിയിട്ടാകുമ്പോഴേക്കന്നെ നമുക്കത് വെള്ളമൊക്കെ വറ്റി നല്ല ഫ്രൈ ആയിട്ട് വരും. ഈ അരി നമുക്ക് വറുക്കണതിലാണ് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് കരിയാതെയും തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് ഇരിക്കണം. പണ്ടൊക്കെ നാട്ടിൻ പുറത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നിട്ടുള്ള ഒരു വിഭവമാണിത്. ഇപ്പോൾ കുട്ടികൾക്കൊന്നും അറിയുമെന്ന് തന്നെ അറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ അരി വറുത്ത് പൊടിച്ചാൽ ഉണ്ടയാക്കി എടുക്കില്ല. വെറുതെ വറുത്ത് പൊടിച്ചിട്ടാണ് ചായക്കൊക്കെ ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. വേറെ ഇതിന് യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പം ഏകദേശം നമ്മളുടെ അരി ഇവിടെ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം വറുത്തെടുക്കാൻ. അതുവരെ കുറച്ച് സ്റ്റൗവ് കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം വേണം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കടലയും ഒന്നും കൂടിയും ചൂടാക്കിയെടുക്കുക. ഇത് വല്ലാതെ ഫ്രൈ ആവേണ്ട, അതുപോലെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ അണ്ടിപ്പരിപ്പൊക്കെ വറുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചൂട് തട്ടിയാൽ മതി. പൊടിച്ചെടുക്കാനുള്ളതാണ്. കടല ഞാൻ നന്നായി നിലക്കടല വറുത്തതിൻ്റെ തൊലി കളഞ്ഞ് വീട്ടിൽ തന്നെ വറുത്തെടുത്തതാണ്. ഇനിയിപ്പോൾ വാങ്ങിക്കണതായാലും കുഴപ്പമില്ല. ഈ തൊലിയോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് വറുത്തെടുത്ത ശേഷമാണ് ഇതുപോലെ ചെയ്യേണ്ടത്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇപ്പോൾ നമ്മളുടെ അരിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ടൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കാം. ജാറ് നല്ല ഡ്രൈ ആവണം, നനവ് പാടില്ല. നനവുണ്ടെങ്കിൽ നമുക്കിത് പൊടിച്ചെടുക്കാൻ പ്രയാസമാണ്. അത് നന്നായിട്ട് പൊടിയണം. ആദ്യം നമുക്ക് അരി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് മിക്സി എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നല്ലതുപോലെ പൊടിയണം. എന്നാലാണ് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. തരിയായിട്ട് കിടക്കരുത് അരി. അതുകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ തിരിച്ചു കൊടുത്ത ശേഷം അതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അരിമണിയൊക്കെ ഇട്ട് അതിൻ്റെ അടപ്പിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. അതോപ്പം നമുക്ക് എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതുപോലെ കിടക്കണുണ്ട്. അതൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആയ ശേഷം വേണം വീണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് തിരിച്ചു കൊടുക്കാൻ, പൊടിക്കാൻ. ഇത്രയും മതി. ഇപ്പോൾ ഏകദേശം ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഇത് കിട്ടണം. കാരണം നമുക്ക് ഇടയ്ക്ക് ഈ അരി കടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ നല്ല മയത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ശർക്കര ഒന്ന് കല്ലിലിട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കാരണം മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിപ്പോവും. അല്ലെങ്കിൽ ആ വലിയ അച്ചായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ അത് നമ്മൾ സൂക്ഷിക്കണം. ശർക്കരയുടെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല. വലിയ അച്ചൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലേഡ് എന്തായാലും കേടുവരും. അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തീരും. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ശർക്കര ചേർത്തിട്ട്. ഇനി നമുക്ക് ഈ നാളികേരം കൂടി ഇട്ടിട്ട് അതുപോലെ തന്നെ ഒന്നും കൂടിയും കറക്കിയെടുക്കുക. ഈ നാളികേരം കൂടിയും ചേർത്ത് പൊടിക്കുമ്പോഴാണ് അത്
വെള്ളമയമായിട്ട് വരുന്നുണ്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അതും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും പൊടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ ആയിട്ട് വരുന്നത് കാണാനില്ലേ. ഇതുപോലെ 2 or 3 പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ട് പൊടിക്കുക. ലാസ്റ്റിലാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് നിലക്കടലയും ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നിലക്കടലയും അണ്ടിപ്പരിപ്പ് ഒരു ലേശം തരി കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. അത് നല്ല ഫൈൻ പൗഡർ ആവണമെന്നില്ല. അതുകൊണ്ട് അതൊന്ന് കറക്കി ഏകദേശം പൊടിഞ്ഞു എന്ന് കണ്ടാൽ നമുക്ക് മിക്സി ഓഫ് ചെയ്യാം. ഇത്രയും മതിയാവും. ഇനി നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനുണ്ട് അത് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്കതൊന്ന് മധുരം നോക്കണം. മധുരം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് കണ്ടില്ല, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടണ പാകത്തിലായി കിട്ടണം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല മധുരം ആയിക്കഴിഞ്ഞാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ചില ആൾക്കാർക്ക് ഇത് മധുരം കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അത്ര മധുരം വേണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യണമെന്ന്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പും ചേർക്കണം. ഏലക്കാപ്പൊടി ഓപ്ഷണലാണ്, അത് വേണമെന്നില്ല. നമ്മുടെ അടുത്ത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല രുചിയാണ് ഇതിന്. ചേർത്ത് കൊടുത്തു വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അത് ഉരുട്ടിയെടുക്കണതിൻ്റെ മുമ്പേ നമുക്കൊരു ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൻ്റെയും ഏലക്കയുടെയും ശർക്കരയുടെയും ഒക്കെ പാടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. തനി നാടനായിട്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഏലക്കാപ്പൊടി, നെയ്യ് ഇതൊന്നും ചേർക്കില്ല. ഞാൻ ഇപ്പോൾ രുചി കൂടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ എങ്ങനെയാണോ നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കിത് ഉരുളയായിട്ട് കിട്ടണില്ലെങ്കിൽ ഒരു ലേശം വേണമെങ്കിൽ വെള്ളം നനച്ച് കൊടുക്കാം, ചുടുവെള്ളം. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ അത് ഉരുട്ടിയെടുക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഇതുപോലെ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, വെളുത്ത അരി ഉണ്ടയാണ്, പൊന്നി അരി ആയതുകൊണ്ട് ഇത് കുറച്ച് ബ്രൗൺ കളറിലാണ് കിട്ടേണ്ടത്. ശരിക്ക് മട്ട അരി ഉപയോഗിക്കുകയാണെങ്കിൽ ഇനിയും ഒന്നും കൂടി ടേസ്റ്റുമാണ്, കളറും ചേഞ്ചായിട്ട് കിട്ടും. കയ്യിലുണ്ടെങ്കിൽ മട്ട അരി തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പൊന്നി അരി ഉപയോഗിച്ചത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.